ആർച്ച് ബിഷപ്പ് എന്താണ് താങ്കളോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു അടുപ്പം എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷമായി അറിയുന്ന ഒരാളാണ് ഞങ്ങൾ അദ്ദേഹം ബിഷപ്പാവുന്നതിന് മുമ്പ് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ചും വളർന്നു വന്നവരാണ്. നല്ല അഭേദ്യമായ ബന്ധമുണ്ട്. വാക്കുകൾക്ക് നിലയും വിലയുമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇന്ന് വരെ എനിക്ക് ഒരു സംശയത്തിൻ്റെ 1% എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, അദ്ദേഹം പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. വരും ദിവസങ്ങളിൽ ആലഞ്ചേരി പിതാവ് അടക്കമുള്ള കൂടുതൽ സന്ദർശനം നടത്തുമോ ആൾക്കാരുമായിട്ട്? കൂടുതൽ അല്ലേലും ആലഞ്ചേരി പിതാവിനൊക്കെ ഞാൻ ഇടയ്ക്കിടെ കാണാൻ പോകുന്ന ഒരാളാണ്. ഞാനുമായി വളരെ നല്ല ബന്ധമാണ്, എന്നോട് വളരെ സ്നേഹവുമാണ്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പിതാവും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ്. അവരൊക്കെ ഞങ്ങൾ കാണാൻ പോകാറുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി ഇത്തവണ ഞാൻ വൈക്കം സത്യാഗ്രഹത്തിന് പോയപ്പോൾ കാണണമെന്ന് കരുതിയതാണ്. പക്ഷേ അന്ന് ബിഷപ്പിനെ കിട്ടാത്തത് കൊണ്ട് ഞാൻ കാണാൻ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അന്ന് പോകുമായിരുന്നു. ഞാൻ പോയാൽ ആ പോകുന്ന വഴിക്കെല്ലാം ഇവരെയൊക്കെ കണ്ടിട്ട് എന്നും ആ സ്നേഹബന്ധം നിലനിർത്തി പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അവരെ സംബന്ധിച്ച് എനിക്കൊരു ആശങ്കയേ ഇല്ല. ബിഷപ്പ് പറഞ്ഞത് റബ്ബറിന് 300 രൂപ തന്നാൽ BJP-ക്ക് എവിടെ പറഞ്ഞു? ഏതിലാ പറഞ്ഞത്? കാണിച്ചത് BJP എവിടെയാ പറഞ്ഞിരിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റോട് 300 രൂപ. ഞാൻ ചോദിക്കുന്നു, കർഷകരാണ് ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏറ്റവും വലിയ ജനങ്ങൾ കർഷകരാണ്. ആ കർഷകർ ഇവിടെ കഷ്ടപ്പെടുകയാണ്. അവൻ്റെ നാണ്യവിളക്ക് വിലയില്ല, അവന് കിട്ടാനുള്ള കാശ് കിട്ടുന്നില്ല. സ്വാഭാവികമായും റബ്ബർ വില ഉമ്മൻചാണ്ടി സർക്കാർ വർദ്ധിപ്പിച്ചതിന് ശേഷം ആരും വർദ്ധിപ്പിച്ചിട്ടില്ല. അത് 300 രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ എന്താ തെറ്റ്? അത് കേന്ദ്ര സർക്കാരോട് പറയുന്നതിൽ എന്താ കുറ്റം? അവകാശമല്ലേ, കർഷകൻ്റെ അവകാശമല്ലേ? എന്നും കർഷകന്മാരുടെ നട്ടെല്ലിൻ്റെ പുറത്ത് വിശ്വാസത്തിൻ്റെ മതിൽക്കോട്ട കിട്ടിയ ഒരു മതമാണ് ക്രിസ്ത്യൻ മതം. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അങ്ങനെ അവർക്ക് അവരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള ബാധ്യതയില്ലേ, ഉത്തരവാദിത്വമില്ലേ? അതിലെന്താ തെറ്റ്? അതിൽ നിലവിൽ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടികളിൽ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ സഭാ നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും? ഒരിക്കലുമില്ല. ഞാൻ ചോദിക്കുന്നത്, BJP-യോട് നമുക്ക് രാഷ്ട്രീയമായി ആവശ്യപ്പെടാൻ സാധിക്കുമെന്നല്ലാതെ പാർലമെന്റിൽ ഞങ്ങൾ എത്ര പ്രമേയം പാസ്സാക്കി? ഞങ്ങൾ എത്ര തവണ നമ്മൾ റെസൊല്യൂഷൻ കൊണ്ടുപോയി? എന്തെങ്കിലും ചെയ്തോ? ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഗവൺമെന്റ് ഇത് പറയുക എന്നതിനപ്പുറത്ത് ഗവൺമെന്റ് ഇത് പ്രവർത്തിക്കുന്നില്ലല്ലോ. കർഷകന്മാരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാര കേന്ദ്രം ഉണ്ടാക്കിയത്? കർഷക സമരം. എത്ര കർഷക സമരം നടത്തി നമ്മൾ? ഞങ്ങളടക്കം. ഞാനൊന്നും കർഷകനല്ല, പക്ഷേ കർഷക സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പോയില്ലേ? സഭാ നേതൃത്വത്തിലെ ചിലരെങ്കിലും ഇന്നിപ്പോൾ ഈ ചില BJP നേതാക്കളുടെ വീട് സന്ദർശനവും കൈനീട്ടം വാങ്ങലൊക്കെ നടക്കുന്നുണ്ട്. അത് നടന്നോട്ടെ, അതൊക്കെ നടക്കുന്നത്. എല്ലാവരും വരും. യാചകന്മാർ എത്ര പേർ വീട് കയറുന്നു? ഇന്നെൻ്റെ വീട്ടിൽ 10-20 ആൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടെന്താ അവരെല്ലാം എൻ്റെ പാർട്ടിയാവോ? ഇല്ലല്ലോ. ഞാൻ പൈസയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാം എൻ്റെ പാർട്ടിയാവോ? അത് സ്വാഭാവികം. വിഷു കൈനീട്ടം വാങ്ങാൻ ആരും വരും. സ്വാഭാവികമായും അവരും പോയിട്ടുണ്ട് വിഷു കൈനീട്ടം വാങ്ങാൻ. ഒരു പുതിയ രാഷ്ട്രീയ അടുപ്പത്തിന്റെ ഒരു സൂചന. ഒരടുപ്പവും ഇല്ല അതിനകത്ത് അപമാനമാണ്, പുച്ഛമാണ്. ഈ വരുന്ന ആളുകൾ, കൈനീട്ടുന്ന ആളുകൾക്ക് കുറിച്ച് പുച്ഛമാണ്. ഞങ്ങൾക്ക് കേരളത്തിലെ വൈദിക സമൂഹത്തോട് ഒരു അവിശ്വാസവും ഞങ്ങൾക്കില്ല. അവർക്ക് രാഷ്ട്രീയമുണ്ട്, അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. കാരണം ഇത്രയും വലിയൊരു മതേതരത്വ രാഷ്ട്രം ഇന്ത്യ അല്ല, ലോകത്ത് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാത്രമാണുള്ളത്. അതവർക്കറിയാം, തിരിച്ചറിവുള്ളവരാണ് അവർ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മതമാണ്. അവർക്ക് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന അനുഭവങ്ങളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും ഒക്കെ അവർക്ക് നന്നായി അറിയാം. അവരും ചിന്തിക്കാൻ സാധിക്കുന്നവരാണ്, വിലയിരുത്താൻ സാധിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് അങ്ങനെ ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ ചർച്ച വളരെ ആശാവഹമായിരുന്നു, സന്തോഷമായിരുന്നു. വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഒരു തരത്തിലുള്ള ആശങ്കയും ഞങ്ങൾക്കില്ല എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള ചർച്ചയിൽ നമ്മളെ എല്ലാ ആളുകൾക്കും, ഞങ്ങൾ ഒരുമിച്ച് വന്ന് നമ്മൾ 4 ആളുകൾക്കുമുള്ള ഫീലിംഗ് അതാണ്. ഞങ്ങൾ ഈ വൈദിക ശ്രേഷ്ഠന്മാരെയൊക്കെ ഞങ്ങൾ കാണാൻ പോകുന്ന മാധ്യമങ്ങളോട് പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. ഞങ്ങളൊക്കെ നിരന്തരമായി ബന്ധപ്പെടുന്ന ഉന്നതന്മാരായ വൈദിക മേലധ്യക്ഷന്മാർ ഇവിടെയുണ്ട്. ഞങ്ങൾ കാണാറുണ്ട്, പോകാറുണ്ട്. ഞാൻ എന്നേക്കാളേറെ സതീശനോടാറുണ്ട്. ഞാനും പോകാറുണ്ട്. മിക്കവാറും എല്ലാ ആളുകളും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അതൊന്നും കുട്ടിഘോഷിച്ചു പോകേണ്ട കാര്യമല്ല. അതൊക്കെ സ്വകാര്യ സന്ദർശനങ്ങളാണ്, സ്വകാര്യ സംഭാഷണങ്ങളാണ്. BJP-ന്റെ സന്ദർശനം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല, ഒരു ചുക്കും കിട്ടാനില്ല. അവർ വന്നതുപോലെ പോകും. അതിന് രൂപമേ ഉണ്ട്, ഞാൻ ഉമ്മ പറയുന്നില്ല.